നമസ്കാരം. ട്രംപിന് തോന്നിയപടി എന്തും കാണിച്ചു കൂട്ടാമെങ്കിൽ പിന്നെ ഇന്ത്യക്ക് എന്തുകൊണ്ട് സ്വന്തം നിലപാട് ഉറച്ചു പറഞ്ഞുകൂടാ? മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വ്യക്തമായ നിലപാടും അതിൽ ഉറച്ചു നിൽക്കാനുള്ള ചങ്കുറപ്പവും ഇന്ത്യക്കുണ്ട് എന്ന് അമേരിക്ക ഇന്ത്യക്ക് മേൽ അമിത താരിഫ് ചുമത്തിയ വിഷയത്തിൽ തന്നെ ലോക രാഷ്ട്രങ്ങൾക്ക് മുഴുവൻ വ്യക്തമായതാണ്. ട്രംപിന്റെ കടലാസു പുലിക്ക് മുന്നിൽ ഭയന്ന് വിറച്ചു നിൽക്കാതെ സ്വന്തം തീരുമാനങ്ങളും രാജ്യ താല്പര്യവും രാജ്യക്ഷേമവും മുൻനിർത്തിയാണ് മോദി റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ നിന്ന് പിന്മാറാതെ ഉറച്ചു നിന്നത്. അതിന്റെ പേരിൽ ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇന്ത്യയെ അടിച്ചമർത്താൻ വേണ്ടി അണിയറയിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും കുറച്ചൊന്നുമല്ല. മോദി എന്റെ ആത്മമിത്രമാണെന്ന് പറഞ്ഞ് തോളിൽ കൈയിടുമ്പോഴും ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാണ് എന്ന് വാക്കാൽ പറയുമ്പോഴും ട്രംപ് മറ്റു പലതരത്തിലും ഇന്ത്യക്കുമേൽ താരിഫ് ചുമത്താനും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. ഇന്ത്യയുടെ ആജീവനാന്ത ശത്രുവും ഇന്ത്യയെ എക്കാലവും ദ്രോഹിക്കാൻ തുനിഞ്ഞിറങ്ങിയതുമായ പാകിസ്ഥാനോട് പോലും കൈകോർത്തു നിൽക്കാൻ ട്രംപ് മുതിർന്നു. ഇത്തരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു രാജ്യവുമായി, ഇന്ത്യയോട് മനസ്സാക്ഷിക്ക് നിരക്കാത്ത, മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നെറുകേട് കാണിച്ച ഒരു രാജ്യവുമായി, ലോകരാഷ്ട്രങ്ങൾക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യവുമായി ട്രംപിന് സൗഹൃദം സ്ഥാപിക്കുകയും ഇന്ത്യക്കെതിരെ കരുക്കുകൾ നീക്കുകയും ചെയ്യാമെങ്കിൽ പിന്നെ എന്തിന് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ ലോകം കേൾക്കെ ഉറച്ചു പറയാൻ മടിക്കണം? അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെതിരെ ഇന്ത്യ ഇപ്പോൾ ഉറക്കെ ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധസമാന വിഷയങ്ങളിൽ ഇന്ത്യയെ അനുനയിപ്പിച്ചത് താനാണ് എന്നുള്ള അവകാശവാദം നാഴികയ്ക്ക് 40 വട്ടം ട്രംപ് പറയുമ്പോഴും അതങ്ങനെയല്ല എന്ന് ഇന്ത്യ ആവർത്തിക്കുകയല്ലാതെ ട്രംപിനെ പലപ്പോഴും താക്കീത് ചെയ്യാൻ മുതിർന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ തീരുമാനത്തിനു നേരെ ആദ്യമായി വിരൽ ചൂണ്ടി ആക്രോശിക്കാൻ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമത്താവള വിഷയത്തിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ബഗ്രാം വ്യോമത്താവളത്തിന്റെ നിയന്ത്രണം തിരികെ വേണമെന്ന ആവശ്യവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മോസ്കോയിൽ നടന്ന 7ാമത് മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷൻസ് ഓഫ് അഫ്ഗാനിസ്ഥാൻ യോഗത്തിൽ അഫ്ഗാനിസ്ഥാൻ, റഷ്യ, ചൈന, ഇറാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം വിഷയത്തിലുള്ള എതിർപ്പ് ഇന്ത്യ പ്രകടിപ്പിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യം അംഗീകരിക്കാനാകില്ല എന്ന് യോഗത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ നിലപാട് കൈക്കൊണ്ടു. അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ഇറാൻ, കസാഖ്സ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പ്രത്യേക പ്രതിനിധികളും ഉന്നതോദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. പ്രാദേശിക സമാധാനത്തെയും സ്ഥിരതയെയും ബാധിക്കുമെന്നതിനാൽ അഫ്ഗാനിസ്ഥാനിലും സമീപ രാജ്യങ്ങളിലും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വിന്യസിക്കാനുള്ള രാജ്യങ്ങളുടെ ശ്രമങ്ങളെ അംഗീകരിക്കാനാകില്ല എന്ന് യോഗത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ബഗ്രാം എന്ന് പറഞ്ഞില്ലെങ്കിലും ഇത് ട്രംപിന്റെ ആവശ്യത്തിനുള്ള മറുപടിയായി തന്നെയാണ് കണക്കാക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിലെ വിദേശകാര്യമന്ത്രി അമീർ മുത്താക്കി നയിച്ച പ്രതിനിധി സംഘവും യോഗത്തിൽ പൂർണ്ണ സമയ അംഗമായി ആദ്യമായി പങ്കെടുത്തു. ബഗ്രാം വ്യോമത്താവളം തിരിച്ചു നൽകണമെന്ന ആവശ്യം സെപ്റ്റംബർ മാസത്തിലാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അല്ലാത്ത പക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. 2017 നിലവിൽ വന്ന നയതന്ത്ര സംവിധാനമാണ് ദ മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷൻസ് ഓഫ് അഫ്ഗാനിസ്ഥാൻ. ബഹുമുഖ സഹകരണത്തിലൂടെ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം, സ്ഥിരത, വികസനം എന്നിവ സാധ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് തുടക്കമാണ്. ഇന്ത്യക്ക് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ മാത്രമല്ല, ഏതാണ് തങ്ങളുടെ നിലപാട് എന്ന് ഉറച്ചു പറയാനുള്ള ശബ്ദവുമുണ്ടെന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്തുന്നതിന്റെ തുടക്കം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച